എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നാളായി വീഡിയോ ചെയ്തിട്ട്. അതിന് മെയിൻ കാരണം വന്നിട്ട് സെബിയുടെ പുതിയ റൂൾസും ഒക്കെ ആയതുകൊണ്ടാണ്. നമുക്ക് അതിനകത്തിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊന്നും വീഡിയോസൊന്നും അധികം ഇടാഞ്ഞത്. അപ്പം ഇനിയുള്ള വരുന്ന ദിവസങ്ങളിൽ ഇപ്പം നമ്മുടെ ചാനലിൻ്റെ പേരും ഒക്കെ മാറ്റി ഹോപ്സ് എന്നാക്കിയപ്പം അതിൽ ട്രേഡിങ്ങിൻ്റെ മാത്രമല്ല മറ്റു പല വീഡിയോസും ഇടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ട്രേഡിങ്ങിൻ്റെയും ഇടയ്ക്കിടയ്ക്കെന്നല്ല ഡെയിലി ഇടണമെന്ന് ആഗ്രഹിക്കുന്നു. നമുക്കപ്പോൾ ഡെയിലി അന്നത്തെ ക്ലോസിങ്ങിന് ശേഷം മാർക്കറ്റിൻ്റെ ഒരവസ്ഥ നോക്കിയിട്ട് പിറ്റേ ദിവസം നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി CPRൻ്റെ സ്ട്രാറ്റജി വെച്ചിട്ട് അതിനകത്ത് ചാൻസ് കിട്ടാൻ സാധ്യതയുള്ള ഷെയറിൻ്റെ CPR ലെവലുകൾ മാത്രം ഞാൻ ഇതിനകത്ത് കാണിക്കും. എന്നിട്ട് അതിനകത്ത് നമുക്ക് നോക്കി നമുക്ക് ചാൻസുകൾ കിട്ടുന്ന ഷെയർസിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്ട്രാറ്റജി പറഞ്ഞതുപോലെ തന്നെ നോക്കി സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമ്മൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കണം. ഇപ്പം നിഫ്റ്റി ഇന്നത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയാൽ ഇന്ന് മാർക്കറ്റ് പ്ലസ്സിലാണ്. കുറച്ച് 0.47 പ്ലസ്സിലാണ് നിഫ്റ്റി കാണിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി മൈനസിലായിരുന്നു. കൊഡാക് ബാങ്കിൻ്റെ റിസൾട്ട് മോശമായിരുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി അത്ര പെർഫോമൻസ് കാണിച്ചില്ല. പക്ഷേ എങ്കിൽ നിഫ്റ്റിയുടെ തന്നെ ഈ ലെവല് ഈ ഒരു ലെവലൊരു നല്ലൊരു റെസിസ്റ്റൻസ് ലെവലാകാനാണ് ചാൻസ് കൂടുതൽ. ഇവിടെ കണ്ടില്ല, മാർക്കറ്റ് വലിയ മൂവ്മെൻറ്റ് കാണിക്കുന്നില്ല. ചെറിയ ചെറിയ മൂവ്മെൻറ്റാണ് കാണിക്കുന്നത്. ഇവിടുന്ന് ഇതുപോലെ കാണിക്കുന്നതിലുള്ള ഹെവി മൂവ്മെൻറ്റ് കാണിക്കുന്നത്. ഇവിടെ നിരങ്ങുവാണ്. ഏതെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി ഇവിടുന്ന് കുത്തനെ ഒരു പോകും താഴോട്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇവിടുന്ന് അധികം മേപ്പോട്ട് പെട്ടെന്ന് പോകത്തില്ല. ഇവിടെ കിടന്ന് നിരങ്ങുമോ ഈ ലെവൽ വന്നിട്ട് ഇറങ്ങുമോ ചെയ്യും. അതാണ് എനിക്ക് തോന്നുന്നത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഹയർ ലെവലിൽ തന്നെയാണ്. പക്ഷേങ്കിൽ കുറച്ച് ഇറങ്ങുന്നുണ്ട്. പക്ഷേ കൊഡാക് ബാങ്കിൻ്റെ ഒരു റിസൾട്ടിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഇതിപ്പോൾ കുറച്ചിങ്ങനെ നിൽക്കുന്നത്. ഇത് ഡെയിലി ചാർട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഡെയിലി ചാർട്ടിൽ എന്തായാലും ഈ ഏകദേശം ഈ റേഞ്ചിൽ നിന്നൊക്കെ സെല്ലിങ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം. നമ്മൾ ഷെയർ സെലക്ട് ചെയ്യുന്നത് നാളത്തേനൊരു ഷെയർ സെലക്ട് CPRൻ്റെ ഇത് വെച്ച് ചെയ്യുന്നവർ, ഷോർട്ട് സെല്ലിന് വേണ്ടി ചെയ്യുന്നവർ, നമ്മൾ സാധാരണ ചെയ്യുന്ന തലേ ദിവസത്തെ ഷെയർസിനകത്ത് നമ്മൾ തലേ ദിവസം നല്ല മൂവ്മെൻറ്റ് നടന്ന ഷെയറുകളാണ് നമ്മൾ എടുക്കാറുള്ളത്. അത് നമ്മൾ എടുക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇപ്പോൾ കുറച്ച് ദിവസം വീഡിയോ ഇടാഞ്ഞുകൊണ്ട് ആൾക്കാർക്ക് അതൊരു സംശയം കാണും, എങ്ങനെയൊക്കെയാണ് ഷെയർ എടുക്കുന്നത്. അത് പുതിയതായിട്ട് കാണുന്നവർക്ക് അതെങ്ങനെയാണെന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പം നമ്മൾ നിഫ്റ്റി ഇപ്പം ഇവിടെ നമ്മൾ ടോപ്പ് ഗെയിന് NSE ടോപ്പ് ഗെയിനേഴ്സ് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ലിങ്ക് കിട്ടും. ഈ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഓൾ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത് സെക്യൂരിറ്റീസ് എബോവ് 20. ഇതിൽ നമ്മൾ ഇവിടെ നോക്കിയ വോളിയം കണ്ടത് നല്ല ഹൈ വോളിയത്തിലുള്ള ഷെയറിനകത്ത് നല്ല മൂവ്മെന്റ് നടന്ന ഷെയർ കിട്ടും. ഇപ്പം ഇത് ഹൈ വോളിയം ഇല്ല, 58,000 വോളിയം ഉള്ളു. ആഷിമ സിന്തറ്റിക് ഇതിനകത്ത് വോളിയം ഉണ്ട്. ഇത് വേണമെങ്കിൽ എടുക്കാം, പക്ഷേ ചെറിയ ഷെയറാണ്, ഞാൻ എടുക്കുന്നില്ല. യൂണിവേഴ്സൽ കേബിള്, നെറ്റ് വെബ്, പരാഗ് മിൽക്ക്, RR കപില്, ഇതിനകത്തെല്ലാം ഹെവി വോളിയമാണ്. സ്വിഗ്ഗി, ATGL ഇതെല്ലാം നല്ല ഷെയർ. ഈ വോളിയം ശ്രദ്ധിക്കണം, ഷെയറിൻ്റെ ഇതും ശ്രദ്ധിക്കണം. നമുക്കൊരു 5-6 അല്ലെങ്കിൽ മാക്സിമം ഒരു 10 ഷെയർ എവിടെ നിന്ന് എടുത്താലും മതി. പക്ഷേങ്കിൽ നല്ല മൂവ്മെൻറ്റ് നടന്ന ഷെയർ ആയിരിക്കണം എന്ന് മാത്രമേ. ഇപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ തന്നെ നമുക്ക് കുറച്ച് ഷെയറുകൾ കിട്ടുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ അഥവാ കിട്ടിയില്ല എങ്കിൽ ഇപ്പം നമുക്ക് അധികം ഷെയർ ഇവിടെ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ മാർക്കറ്റ് ഡാറ്റയിൽ പോവുക, ഇൻഡീസസ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷനിൽ പോവുക. ഇതിനകത്ത് ഇതുണ്ടല്ലോ, നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് 400. അതിൽ പോകുമ്പോൾ ടോപ്പിൽ നിൽക്കുന്ന ഷെയറുകളെല്ലാം നല്ല വോളിയത്തിലുള്ള ഷെയറുകളായിരിക്കും. അപ്പോൾ ഈ രണ്ട് എടുത്തുനിന്നാണ് ഞാൻ ഷെയറുകൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തേക്കുന്ന ഷെയറുകൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്. ഇന്ന് ഇത്രയും ഷെയറുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞിടത്തുനിന്ന് മാത്രം എടുത്ത ഷെയറുകളാണ് ഇതെല്ലാം. ഈ അനുരസ് മാത്രം ഞാൻ അല്ലാതെ എടുത്തതിൻ്റെ മൂവ്മെൻറ്റ് വീക്കായതുകൊണ്ട് എടുത്താണ് ഈ ഷെയർ. അപ്പോൾ ഇതിനകത്ത് നമുക്കിതിപ്പം CPRൻ്റെ റെസിസ്റ്റൻസ് ലെവലുകളാണിത്, സപ്പോർട്ട് ലെവൽ ഇത്, പിന്നെ എൻ്റെ ഇന്നത്തെ ആവറേജ് ട്രേഡ് പ്രൈസ്. അപ്പോൾ ഇത് നാളെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് നാളെ ഇപ്പം ഞാൻ പറയാം, ഏതെങ്കിലും ഒരു ഷെയർ ഇപ്പം 3210, ഇപ്പോൾ KE ഇൻഡസ്ട്രീസ് 3210 ക്ലോസിങ്. ഇപ്പോൾ തലേ ദിവസത്തെ ആവറേജ്, അതായത് ഇന്ന് ക്ലോസിങ്ങിൽ വന്ന ആവറേജ് 3162. ഇത്
സ്ട്രോങ് ഷെയർ ആണെങ്കിൽ ഇതിൻ്റെ ഇവിടെ നോക്കിയേ പിവോട്ട് ലെവൽ കണ്ടില്ലേ 3163. ഇത് അമ്മമാർ കറക്റ്റ് അത് ചെയ്ത് വെച്ചേക്കുവാണ്. ഓപ്പറേറ്റർമാർ അത് ചെയ്ത് വെച്ചേക്കുവാണ്. അതേ കറക്റ്റ് റേഞ്ചിൽ തന്നെ നോക്കിയേ. ഇത് ചിലപ്പോൾ മാർക്കറ്റ് ഡൗൺ ഓപ്പണിംഗ് വരും. അപ്പോൾ ചിലപ്പോൾ ഈ റേഞ്ചിന് താഴോട്ട് പ്രാവശ്യം ട്രേഡ് ആവും. ചിലപ്പോൾ ഇതിനും താഴോട്ട് ട്രേഡ് ആവും. BCയുടെ താഴോട്ട് ട്രേഡ് ആയതിനു ശേഷം നേരെ കുത്തനെ കയറി ഈ ഷെയർ കയറി വരും. അപ്പം ഇത് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ബൈ ചാൻസ് വേണമെങ്കിൽ നോക്കാൻ പറ്റും. ഈ ആവറേജ് ഇതിപ്പം അതിന് ബൈ ചാൻസ് എടുക്കാൻ കാരണം ക്ലോസിങ് ആവറേജിന് മുകളിലാണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ താഴെയാണ്. അതുപോലെ നേരെ തിരിച്ച് ഇപ്പോൾ ഇതിനകത്ത് ഇപ്പം നെറ്റ് വെബ് എന്ന് പറയുന്ന ഷെയർ ഇതിപ്പോൾ 1604 ക്ലോസിങ്. പക്ഷേ അതിൻ്റെ ആവറേജ് ട്രേഡ് പ്രൈസ് 1612. ഇതിപ്പോൾ ഇവിടെ ചെറുതായിട്ട് നമ്മൾ നോക്കുന്നില്ല. പക്ഷേ ഇത് ഇവിടുന്ന് ഒത്തിരി കൂടുതലായിരുന്നു. ഇപ്പോൾ ഒരു 1650 റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ ഒരു ആവറേജ് ട്രേഡ് പ്രൈസ് ആയിരുന്നെങ്കിൽ ഈ 1604 ഈ 1650 റേഞ്ചിലോട്ട് വരും. ഇത് വന്നിട്ടില്ല. ഇത് 1612. അപ്പോൾ ഇതിനകത്ത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കി ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിപ്പം നോർമൽ ഇപ്പോൾ ഇത് ഇവിടെ കണ്ടില്ല, യൂണിവേഴ്സൽ കേബിള് 509.70 ഹൈ അടിച്ചിട്ടുണ്ട്. 501.90. ചിലപ്പോൾ നാളെ ഇത് ഈ ഹൈയുടെ മുകളിൽ പോയതിനു ശേഷം ഇറങ്ങുക. നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുന്നത് നോക്കും. നമ്മൾ ഇതിൻ്റെ മുകളിൽ പോയിട്ട് ഇറങ്ങിയാൽ നമ്മൾ അവിടെ ട്രേഡ് എടുക്കും. ഇതിന് താഴോട്ട് ഇടാൻ എൻട്രി എടുക്കും. ഇപ്പം 512 എന്നുള്ളൊരു ഹൈ അടിച്ചിട്ട് 509.70 താഴോട്ട് വന്നാൽ നമ്മളവിടെ സെല്ല് ചെയ്യും. സെല്ല് ചെയ്തിട്ട് 512 ഹൈ അടിച്ചേക്കുന്നെങ്കിൽ 512.10 ട്രിഗർ ചെയ്ത് സ്റ്റോപ്പ് ലോസ് ഇടും. അല്ലാതെ വെച്ചോണ്ടിരിക്കത്തില്ല. അത് നമ്മളിപ്പം 509 ഒരു എൻട്രി എടുത്തു, 512 സ്റ്റോപ്പ് ലോസ് ഇട്ടു. 512 സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയെങ്കിൽ പൊക്കോട്ടെ, കുഴപ്പമില്ല. നമ്മൾ അടിച്ചു പോയെങ്കിൽ പിന്നെ നമ്മളവിടെ ഇവിടെയൊക്കെ പോയി ട്രേഡ് എടുക്കാതെ നമ്മൾ നോക്കേണ്ടത് ഒന്നുകിൽ വീണ്ടും ഇത് ഈ ലെവലിന് താഴോട്ട് ഇറങ്ങണം. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 512 ആദ്യത്തെ ഹൈ, അതിനുശേഷം 515 അടിച്ചു, R1 പോയില്ല. 515 അടിച്ചിട്ട് വീണ്ടും ഈ 509 താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ നമ്മളിവിടെ വീണ്ടും എൻട്രി എടുക്കും. 515 മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കും. അപ്പം രണ്ടാം പ്രാവശ്യം അങ്ങനെ വരുമ്പോൾ നോർമൽ ഇറങ്ങി പോകാറാണ് പതിവ്. നമ്മൾ പക്ഷേ അത് പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ ഒരു പ്രാവശ്യം ട്രേഡ് എടുത്തു അന്നേരം ലോസ് ആയി, അടുത്ത പ്രാവശ്യം ഞാൻ എടുത്താൽ ഇനി ലോസ് ആകുമെന്ന് അങ്ങനെ ചിന്തിച്ചാൽ ഒരിക്കലും ട്രേഡ് നടക്കത്തുമില്ല, പ്രോഫിറ്റ് എടുക്കാനും പറ്റത്തില്ല. പിന്നെ അതുപോലെ ധൈര്യം വേണം. ഞാൻ എപ്പോഴും ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ട്, സ്റ്റോപ്പ് ലോസ് ഇഷ്ടം പോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോപ്പ് ലോസ് പോകും. പക്ഷെ അതിനകത്ത് കൺട്രോൾഡ് ആയിട്ടുള്ള ട്രേഡിങ് എടുക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു ഇത് മനസ്സിലാകുന്നത്. ഇപ്പം ഇവിടെ ഇപ്പം 515 അല്ല, ഇത് 509 മുകളിൽ പോയി. അന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ 512 ഹൈ അടിച്ച് 509 താഴെ വന്നപ്പോൾ എൻട്രി എടുത്തു. ചിലപ്പോൾ 506 505 വന്നിട്ട് തിരിച്ച് വീണ്ടും കയറിപ്പോയി 512 അടിച്ചെങ്കിൽ നമ്മൾ നോക്കേണ്ടത് അടുത്തത് ഈ ലെവലിലോട്ട് പോകുന്നു നോക്കുക, R1 പോകുന്നു നോക്കുക. അതല്ല തിരിച്ചത് വീണ്ടും തിരിച്ച് പഴയ ലെവലിൽ താഴോട്ട് പോകുകയാണെങ്കിൽ അവിടെ എൻട്രി എടുക്കുക. അതല്ലെങ്കിൽ ഇതിന് മുകളിൽ പോയിട്ട് വരുമ്പോഴേ എൻട്രി എടുക്കുക. അതല്ല വൺ സൈഡ് മുകളിലോട്ടാണെങ്കിൽ അടുത്ത ലെവലേ നോക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഓരോ ഷെയറിനകത്തും അങ്ങനെ തന്നെയാണ് നോക്കിയിരുന്നത്. വലിയ സ്ട്രാറ്റജിയുടെ വീഡിയോ എൻ്റെ ഇതിനകത്ത് പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കി അത് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ CPR ലെവലുകൾ കണ്ടു കഴിഞ്ഞാൽ അതിനകത്തും നമുക്ക് നല്ല ചാൻസ് ആണ് കിട്ടുന്നത്. പക്ഷെങ്കിൽ നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഒരു എക്സ്പീരിയൻസ് കൂടെ വേണം. ആ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇല്ല. നമ്മൾ മൊബൈലിൽ ട്രേഡ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പക്ഷെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്തൊരു മൊബൈലിൽ ട്രേഡിന് പുതിയതായിട്ട് വരുന്ന ഒരു മൊബൈലെ നോക്കി ട്രേഡ് ചെയ്തതാണെങ്കിൽ ഇതിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ലാപ്ടോപ്പിലാണെങ്കിൽ നമുക്ക് നോക്കി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഇത് ഇന്നത്തെ എൻ്റെ ട്രേഡാണ്. ഇന്ന് ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയാണ് എടുത്തേക്കുന്നത്. ഇവിടെ കണ്ടില്ലേ 3619 പ്രോഫിറ്റ് ഉണ്ട്. ഇതിനകത്ത് 5000 മുകളിൽ പോയിട്ട് ലാസ്റ്റ് 1-2 ട്രേഡ് എടുത്തപ്പോൾ അത് കുറഞ്ഞു വന്നതാണ്. ഇതിനകത്ത് പല ഷെയറിനകത്ത് എനിക്ക് സ്റ്റോപ്പ് ലോസ് പോയിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ ഈ M&M, ഇതിനകത്തെല്ലാം ലോസ് വന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ എനിക്ക് പ്രോഫിറ്റാണ്. അത് ഞാൻ നാട്ടിൽ വന്നുകൊണ്ട് എനിക്കധികം പെട്ടെന്നൊരു ട്രേഡിങ് സ്പീഡ് ചെയ്യാനുള്ളൊരു സാഹചര്യവും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് ട്രേഡ് ചെയ്യും. പക്ഷെങ്കിൽ എടുക്കുന്ന സമയത്ത് നോക്കിയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് പല ഷെയറിനകത്തും എനിക്ക് സ്റ്റോപ്പ് ലോസ് പോയിട്ടുണ്ട്. ഈ പ്രോഫിറ്റ് കിട്ടിയതിനകത്തോട്ട് പോലും പോയിട്ടുണ്ട്. ഇപ്പം നെറ്റ് വെബ് ആണെങ്കിൽ പോലും ഞാൻ നോക്കട്ടെ, നെറ്റ് വെബിൽ അങ്ങനെ വന്നിട്ടുണ്ടോയെന്ന്. നമുക്ക് ധൈര്യം വേണം, അത്രയേ ഉള്ളൂ. നമ്മളൊരു സ്ട്രാറ്റജി, നമുക്ക് നല്ലൊരു സ്ട്രാറ്റജി അറിയാമെങ്കിൽ അതിനകത്ത് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും നമുക്ക് ഇഷ്ടംപോലെ ചാൻസുകൾ കിട്ടുമെന്ന് നമുക്ക്
മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോൾ നെറ്റ് വെബിൻ്റെ ആണ്. ഇവിടെ നോക്കി, എനിക്ക് ഇത് ഞാൻ 10 ഷെയർ ചെയ്ത് 1569 അടിച്ചു, 1595 അടിച്ചു, 20 ഷെയറായി. അത് സ്റ്റോപ്പ് ലോസ് പോയതുണ്ടോ? 20 ഷെയർ നല്ല ലോസ് എനിക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 10,650 1605 അടിച്ചു, 1614 50 കൊടുത്തു. അത് 1604 601 കവർ ചെയ്തു. അങ്ങനെ വീണ്ടും പല പ്രാവശ്യം 1624 ചെയ്തു, 18 കവർ ചെയ്തു, 1639 ചെയ്തു, 30 കട്ട് ചെയ്തു. അങ്ങനെ പല പ്രാവശ്യം നോക്കിയാൽ ആദ്യത്തെ എനിക്ക് സ്റ്റോപ്പ് ലോസ് പോയത്. അതിനുശേഷം ഞാൻ എത്ര പ്രാവശ്യം ട്രേഡ് എടുത്തെന്ന് നോക്കിയാൽ, പക്ഷേങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാലറിയാം ഞാൻ ക്വാണ്ടിറ്റി ചെയ്തിട്ടില്ല. ക്വാണ്ടിറ്റി ചെയ്യാതെ ടോട്ടൽ 300 ഷെയറിനകത്താണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് പ്രോഫിറ്റ് വന്നേക്കുന്നത് ഇതുണ്ട്, നെറ്റ് വാല്യൂ 1440. ആദ്യത്തെ എനിക്ക് 1000-നടുത്ത് ലോസ് ഉണ്ട്. ഇത് നോക്കിയാൽ അറിയാം. ഈ 20 ഷെയർ എനിക്ക് 1000-നടുത്ത് ലോസ് ഉണ്ട്. പക്ഷേങ്കിൽ അത് ഞാൻ കവർ ചെയ്ത് 1440 പ്രോഫിറ്റിൽ കൊണ്ടുവന്നു. അത് നമ്മൾ അതിനകത്ത് നോക്കി ചെയ്യും. നമുക്കുള്ള മാർക്കറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ നാളെ ഈ ഷെയറുകളിനകത്ത് ശ്രദ്ധിക്കുക. ഇതിനകത്ത് ഇതിനകത്ത് പല ഷെയറുകളും നല്ല റിസൾട്ട് ആയതുകൊണ്ട് കയറി വന്ന ഷെയറുകളാണ്. അപ്പോൾ ഇതിനകത്ത് ഈ നെറ്റ് വെബ് എന്ന് പറയുന്ന ഷെയർ വൺ സൈഡ് മൂവ്മെന്റ് ആദ്യമേ കാണിച്ചിട്ട് അതിന്റെ ചാർട്ട് ഞാൻ കാണിച്ചു തരാം. ഡേ ചാർട്ടല്ല, 5 minutes ചാർട്ടാണ് നമ്മൾ ഇൻട്രാഡേക്ക് എടുക്കുന്നത്. അത് ഓപ്പണിങ് ഹൈയിലാണ്, R3 ഒക്കെ മുകളിലാണ്. ആ റിസൾട്ടിൻ്റെ ഒരു ഇതാണ്. അത് എന്നിട്ട് വൺ സൈഡ് മുകളിൽ പോയി. ഇതിനകത്ത് നമ്മൾ പ്രൊഡിക്റ്റീവ് ചാനൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നല്ല വൺ സൈഡ് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ പ്രൊഡിക്റ്റീവ് ചാനൽ നമുക്ക് ചാൻസ് എടുക്കുന്നുണ്ട്. ഇപ്പം നല്ല കുത്തനെ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ചാൻസ് കിട്ടാം. പക്ഷേ പിന്നീട് അത് വന്നിട്ട് നല്ല രീതിയിൽ ഡൗൺ ആയി. ഇതെന്ന് പറയുമ്പോൾ ഈ ഹയർ ലെവലിൽ ആൾക്കാർ ബൈ ചെയ്യും ഈ ഷെയർ. അതിൻ്റെ അനുസരിച്ചുള്ളൊരു മൂല്യം. ഇത് പക്ഷേ ഇവിടെ കണ്ടില്ല, ഇത് കൺസോളിഡേഷൻ നടക്കുന്നത്. നാളെ ഇത് ചിലപ്പോൾ ഇത് ക്ലോസിങ് ഇപ്പോൾ 1604 അതിൻ്റെ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ CPRൻ്റെ ലോവർ ലെവൽ 1598. ചിലപ്പോൾ ഒരു പ്രാവശ്യം ഇതിൻ്റെ താഴോട്ട് കയറി ഒന്ന് ട്രേഡായിട്ട് നേരെ തിരിച്ച് ഒറ്റക്കയറ്റമായിരിക്കും മേപ്പോട്ട്. അപ്പോൾ ഇതിനകത്ത് ഷോർട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് നമുക്ക് ഷോർട്ട് ഓപ്പർച്യൂണിറ്റി ഓപ്പണിങ്ങിലെ ഒരു ഹൈ അടിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചാൻസാണ്. ഓപ്പണിങ് ഇത് ഡൗൺ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ് വന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് ഈ ലെവലിന് മുകളിൽ കയറുവാണെങ്കിൽ അവിടെ ബൈങ് ചാൻസ് ആയിരിക്കും ഈ നെറ്റ് വെബിനകത്ത്. അതുപോലെ പരാഗ് മിൽക്കിനകത്ത് അത് ഹയർ ലെവലിലാണ് ക്ലോസ്. അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് R1 ലെവൽ വന്ന് കിട്ടുവാണെങ്കിൽ ചാൻസ് എടുക്കുക. അതുപോലെ RR കബീലും റിസൾട്ട് ബേസ്ഡ് മൂവ്മെൻ്റ് ആണ്. ഇതും ഇതിൻ്റെ ആവറേജ് തന്നെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഇത് നോക്കി പിവോട്ട് ലെവൽ നോക്കിയാൽ ഇതാണ് നാരോ CPR ആണ്. നാരോ CPRനകത്താണ് നാളെ നല്ല ട്രെൻഡിങ് മൂവ്മെൻ്റ് ആയിരിക്കും ഇതിനകത്ത് കാണിക്കുന്നത്. ട്രെൻഡിങ് മൂവ്മെൻറ്റ് മിക്കവാറും ഡൗൺ ഓപ്പണിംഗ് വന്നാൽ മുകളിലോട്ട് പോകാനാണ് ചാൻസ് കൂടുതൽ. സ്വിഗ്ഗിക്കകത്ത് നോക്കുക, ഈ R1 പ്രീവിയസ് ഡേ ഹൈ R1 ലെവലൊക്കെ നല്ല ചാൻസ് തരാൻ സാധ്യതയുള്ള ഏരിയകളാണ്. അതുപോലെ ഈ ക്രിസ്റ്റൽ എന്ന് പറയുന്ന ഈ ഷെയർ, ഇതിൻ്റെ R1 685, ഈ R2 ലെവലിന് മുകളിൽ പോയിട്ട് ഇറങ്ങുന്ന കണ്ടാൽ ചിലപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഷെയറാണ്. KE ഇൻഡസ്ട്രീസ്, ഈ അനിരസൊക്കെ 900-ന് മുകളിൽ പോയിട്ട് ഈ R2-ന് താഴെ പോയി കഴിഞ്ഞാൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുള്ള ഷെയറാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ തുടങ്ങിയാണ്, ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. ഇപ്പം നാളെ തൊട്ട് നമ്മൾ ഈ തരുന്ന ഷെയറിൻ്റെ അനുസരിച്ച് നമ്മളിപ്പം ഇത് CPR സ്ട്രാറ്റജി, CPRൻ്റെ ലെവലുകളെല്ലാം കണ്ടെടുത്തിട്ടുണ്ട് ഈ ഷെയറിനകത്ത്. അപ്പോൾ ഇതിനകത്തുള്ള മൂവ്മെൻറ്റ്, ഇതിനകത്ത് ഇപ്പം നമ്മളിപ്പം 13 ഷെയർ എടുത്തിട്ടുണ്ട്. ഈ 13 ഷെയറിനകത്ത് ചാൻസ് ഒന്നും കിട്ടത്തില്ല. നമുക്കൊരു 5-6 ഷെയറിനകത്ത് കിട്ടും. അത് നമ്മൾ മുതലാക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.